നമസ്കാരം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ സ്വീറ്റ് ആണ്. ദീപാവലിയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡു ആണ് കേട്ടോ. ലഡു ഞാൻ ചെയ്തിരിക്കുന്നത് അവല് വെച്ചിട്ടാണ്. നമ്മൾ അവല് വിളയിച്ചെടുക്കലും അതുപോലെ തന്നെ അവല് കുഴക്കുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈവനിങ്ങിലൊക്കെ ഇപ്പോൾ ഒരു ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ മാറ്റി, അതായത് ഈവനിങ് സ്നാക്ക് അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ അവലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ നമ്മളെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇതിൽ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയിലൊക്കെ മാറ്റാൻ വരുന്നത്. കാരണം എൻ്റെ ഒരു മധുരമായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മധുരം ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. എന്തായാലും നല്ല സംഭവം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ ഒരു അവൽ ലഡു അല്ലെങ്കിൽ അവൽ ഉണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് അവലാണ്. അപ്പോൾ അത് ബ്രൗൺ അവലായാലും വൈറ്റ് ആയാലും ഏതായാലും കുഴപ്പമില്ല, മട്ടയായാലും സാധാരണ അവലായാലും കുഴപ്പമില്ല. അപ്പോൾ അത് എടുത്തിട്ടുണ്ട് 1 കപ്പ്. പിന്നെ വേണ്ടത് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചിരകിയത് ഞാൻ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 മുതൽ 3/4 കപ്പ് വരെ എടുക്കാം നമുക്ക്. പിന്നെ മധുരത്തിനായിട്ട് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര അതുപോലെ തന്നെ ഞാനിപ്പോൾ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ചിരകിയിട്ട് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മധുരം നമുക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇത് വേണം. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഗീ ആണ്. അപ്പം ഗീ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരി ഫ്രൈ ചെയ്യുമ്പോഴും പിന്നെ അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ലഡുവിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ട് ഇതിൽ ഗീ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം എത്ര വരും എന്നുള്ളത് ഞാൻ ചേർത്തതിന് ശേഷം പറയാം. അപ്പം ഞാനൊരു പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ നെയ്യെടുത്തു. ഉരുക്കിയ നെയ്യായിരുന്നു. നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. മുന്തിരി ഇടുകയാണ്. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി ഇതേ നെയ്യിലോട്ട് ഞാൻ അവല് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവൽ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഫ്രൈ ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഇങ്ങനെ പൊട്ടുന്ന പരുവുണ്ടല്ലോ, അതുവരെ ആണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം നമുക്കിത് കഴിഞ്ഞിട്ട് ഇനി പൊടിച്ചെടുക്കണം. ഇത് കുറച്ചൊന്ന് കളറ് ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 മിനിറ്റോളം കേട്ടോ വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാണ്. ചൂട് തണിഞ്ഞതിന് ശേഷമാണ് ഇതിന് പൊടിച്ചെടുക്കേണ്ടത്. പിന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പം കുറച്ചൊന്നൊരു ഒരുപാട് ബ്രൗൺ കളറല്ല, പക്ഷേ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന പോലെ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലഡു ഒരു 2 ദിവസമൊക്കെ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പുറത്ത് തന്നെ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തേങ്ങ ചേർക്കുന്നത് പെട്ടെന്ന് കേടാവും എന്നല്ലേ പറയാം. അപ്പോൾ ഒന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ തേങ്ങ ഏതാണ്ട് വറുത്ത് ഒരു കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇനി അവലൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇപ്പോൾ കുറച്ച് സമയമായല്ലോ നമ്മൾ വറുത്ത് വെച്ച്. അപ്പോൾ അതൊന്ന് തണിഞ്ഞിട്ടുണ്ട്. അപ്പം ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 5 ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏലക്ക കൂടി അവലിൻ്റെ കൂടെ പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തോല് വേണമെങ്കിൽ കളഞ്ഞാൽ മതി. ഞാനിപ്പോൾ ആകെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം. അവൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതുപോലെ തേങ്ങ അതുപോലെ തന്നെ ശർക്കരയും കൂടി പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഇനി ശർക്കര കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ തേങ്ങ അതുപോലെ തന്നെ നമ്മൾ ശർക്കരയും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരി ഇതുകൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇനി നമ്മളിത് മിക്സ് ചെയ്യാൻ പോവാണ്. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇപ്പം അവൽ വറക്കുമ്പോഴായാലും അതുപോലെ അണ്ടിപ്പരിപ്പ് വറക്കുമ്പോഴൊക്കെ നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും നെയ്യ് വേണം. നമുക്ക് ആ ഒരു ആ ഷേപ്പിലാക്കി എടുക്കാൻ നെയ്യ് വേണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കുഴച്ച് നോക്കാം നെയ്യ് ആവശ്യത്തിനുണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ തേങ്ങയിൽ നിന്നൊക്കെ കുറച്ച് ഓയിൽ വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടൊരു ഇത്ര വേണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് കുഴയ്ക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് പിടിച്ചു നോക്കാം നെയ്യ് വേണോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ അവൽ പൊടിച്ചതും അതുപോലെ ശർക്കരയും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. തേങ്ങയെല്ലാം മിക്സ് ആയിട്ടുണ്ട്. അപ്പം നെയ്യൊക്കെ കറക്റ്റാണ് കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തതും മാത്രമാണ് എടുത്തത്. എക്സ്ട്രാ ഒന്നും വേണ്ടി വന്നില്ല. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതുപോലെ തന്നെ അവലും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ. അപ്പോൾ ടോട്ടൽ 8 ടേബിൾ സ്പൂണാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി, എത്ര നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ അധികം വലുതൊന്നും ആക്കണ്ട. നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടി. അപ്പോൾ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ലഡു, അവൽ ലഡു ഇങ്ങനെ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി കൂടി ചെയ്തെടുക്കാം. അങ്ങനെ അവൽ ലഡു ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടല്ലോ കുറച്ച് നെയ്യൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വല്ലപ്പോഴും അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ നെയ്യ് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ പിടി കിട്ടില്ല. അതായത് ആ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. പിന്നെ പോരാത്തതിന് ഹാർഡായി നിൽക്കുകയും ചെയ്യും, കുറച്ച് സമയം കഴിയും. അപ്പോൾ ഇതൊക്കെ വെച്ച് ഇതുപോലെ അളവിലെടുത്ത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ ലഡു നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയാണ്, എന്തൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായി കാണുന്നതുവരെ ബൈ.